ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരേ വാളിൽ തന്നെ, അതായത് ഒറ്റ ഭിത്തിയിൽ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നമുക്കതെങ്ങനെ കൊടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോറ് വരുന്ന ഏരിയ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് തുറന്നു. അതിനുശേഷം ഏറ്റവും അറ്റത്തായിട്ട് ആദ്യമേ തന്നെ അറ്റത്തായിട്ട് നമ്മൾ കുളിക്കുന്ന ഏരിയ കൊടുത്തു. പിന്നെ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാത്റൂമിൻ്റെ ടോട്ടൽ ലെങ്ത്തും വിഡ്ത്തുമാണ് നോക്കേണ്ടത്. ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു 8 അടി എന്ന് പറയുമ്പോൾ 240 സെൻറ്റിമീറ്ററുമാണ് നമ്മൾ ഒരു ബാത്റൂമിൻ്റെ നീളമായിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ഒരു 150 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 200 സെൻറ്റിമീറ്റർ മാക്സിമം വേണമെന്നില്ല, നമുക്കൊരു 150 സെൻറ്റിമീറ്റർ ആയാലും നമുക്ക് ബാത്റൂമിൻ്റെ ഉള്ളളവ് കിട്ടിയാലും മതി. അതായത് നീളം വരുന്നത് 240 സെൻറ്റിമീറ്ററും വീതി വരുന്നത് 150 സെൻറ്റിമീറ്ററും കിട്ടുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ആദ്യമേ തന്നെ നമ്മൾ വരുന്നതെന്ന് വെച്ചാൽ വാഷ് ബേസിൻ്റെ ഏരിയ 60 സെൻറ്റിമീറ്ററാണ് കൊടുക്കുന്നത്. 60 സെൻറ്റിമീറ്റർ കൊടുത്തതിന് ശേഷം ഭിത്തിയിൽ നിന്ന് 60 സെൻറ്റിമീറ്റർ കൊടുത്തു. അതിനുശേഷം പിന്നീട് വരുന്ന ഏരിയ 90 സെൻറ്റിമീറ്ററാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ക്ലോസറ്റിൻ്റെ ഏരിയ 90 സെൻറ്റിമീറ്ററാണ് കൊടുക്കുന്നത്. അതിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മൾ ക്ലോസറ്റ് കാര്യങ്ങൾ കൊടുക്കുന്നത്. പിന്നെ വരുന്ന ഏരിയ 90 കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന ഏരിയയാണ് കൊടുക്കുന്നത്. കുളിക്കുന്ന ഏരിയ നമുക്ക് 90 അല്ലെങ്കിൽ 100 കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളൊന്ന് മെഷർമെൻറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ കുളിക്കുന്ന ഏരിയ നമ്മൾ പറഞ്ഞ പോലെ 90 സെൻറ്റിമീറ്റർ, നമ്മുടെ ക്ലോസറ്റ് ഇരിക്കുന്ന ഏരിയ 90 സെൻറ്റിമീറ്റർ, പിന്നെ വരുന്ന വാഷ് ബേസിൻ്റെ ഏരിയ 60 സെൻറ്റിമീറ്റർ. അങ്ങനെ ടോട്ടൽ വരുന്ന സമയത്ത് 240 സെൻറ്റിമീറ്ററാണ് നമുക്ക് ടോട്ടൽ കിട്ടേണ്ടത്. ഇത്രയും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല കൺജസ്റ്റഡ് എന്ന് പറയാൻ പറ്റില്ല, നല്ല ടോപ്പായിട്ട് ലെവലിൽ നമുക്ക് ബാത്റൂം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കിട്ടുന്നത്. അതായത് നല്ല അത്യാവശ്യം നമ്മൾ കുളിക്കുന്ന സമയത്താണെങ്കിലും, അതായത് കുളിക്കുന്ന ഏരിയ നമ്മളൊരു 90 സെൻറ്റിമീറ്റർ കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ കുളിക്കുന്ന സമയത്ത് നമുക്ക് ഭിത്തിയിൽ കൈ തട്ടിയ കാര്യങ്ങളൊന്നും തട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 90 സെൻറ്റിമീറ്റർ കൊടുക്കുന്നത്. അപ്പോൾ 90 സെൻറ്റിമീറ്റർ കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററായിട്ട് വേണം നമുക്ക് നമ്മുടെ ഷവറിൻ്റെ ഏരിയ കൊടുക്കുന്നത്. അതായത് 45 സെൻറ്റിമീറ്റർ, ഭിത്തിയിൽ നിന്ന് 40 സെൻറ്റിമീറ്ററാണ് ഷവറിൻ്റെ ഏരിയ കൊടുക്കുന്നത്. ഡൈവേർട്ടർ സിസ്റ്റം കൊടുക്കാതെ നമുക്ക് വേണമെങ്കിൽ പുതിയ മോഡൽ സിസ്റ്റമായ ഡൈവേർട്ടർ സിസ്റ്റം കൊടുക്കാം. ഡൈവേർട്ടർ സിസ്റ്റം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഡൈവേർട്ടർ എങ്ങനെ ഉറപ്പിക്കേണ്ടത്, അതെങ്ങനെയാണ് ലെവലിൽ ഉറപ്പിക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൊടുക്കാം. ഹീറ്ററിൻ്റെ ഓപ്ഷൻ ഡൈവേർട്ടർ ഓപ്ഷനിലേക്ക് ഒന്നിച്ച് കണക്ട് ചെയ്തു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ഡൈവേർട്ടർ തന്നെ പല ടൈപ്പ് വരുന്നുണ്ട്. ഡൈവേർട്ടർ നമുക്ക് തെർമോസ്റ്റാറ്റിക് ഡൈവേർട്ടർ വരുന്നുണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സാധാരണ ഡൈവേർട്ടറുകൾ നമ്മൾ അറിയാൻ പാടില്ലാതെ പെട്ടെന്ന് തിരിക്കുന്ന സമയത്ത് നമ്മുടെ ഷവർ വഴി ചൂടുവെള്ളം വരാനുള്ള ചാൻസസ് കൂടുതലാണ്, തിളച്ച വെള്ളം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ തെർമോസ്റ്റാറ്റിക് ഡൈവേർട്ടർ ആണെങ്കിൽ നമുക്ക് അതിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇത്ര ഡിഗ്രിക്ക് മുകളിലേക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിലും സെപ്പറേറ്റ് നോട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരേ ഡയറക്ഷനിൽ ഒരേ മെഷർമെൻറ്റിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കുളിക്കുന്ന ഏരിയയുടെ പൈപ്പുകളും എല്ലാ പൈപ്പുകളും നമുക്ക് പൈപ്പുകൾ PVC അതായത് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തടിക്കുന്ന പൈപ്പുകളെല്ലാം ഒരേ ലെയറിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത്. അതായത് നമ്മുടെ ഫിനിഷിംഗ് ലെവൽ, അതായത് നമ്മുടെ ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവലിൽ നിന്ന് ഒരടി ഹൈറ്റിൽ 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ കൊണ്ടുപോയി വെട്ടിക്കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം ടൈല് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് ഈ പൈപ്പിൻ്റെ പൊസിഷൻ കാര്യങ്ങളൊന്നും അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഡ്രില്ല് ചെയ്ത് കയറ്റാനുള്ള ചാൻസസ് കൂടുതലാണ്. ഹെൽത്ത് ഹോസ്പിറ്റ് അതുപോലെ തന്നെ പല പല മെറ്റീരിയൽസ് നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഡ്രില്ല് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഡ്രില്ല് ചെയ്ത് നമ്മുടെ ഈ പറയുന്ന പൈപ്പിൽ ഡ്രില്ല് ചെയ്യാനുള്ള ചാൻസസ് ഡ്രില്ല് ചെയ്ത് പൊട്ടാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം, എന്നാലേ നമുക്ക് ഇതുപോലെ ചെയ്യാനുള്ളൊരു വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd know